കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സമയം ഡാമുകളിലെ ജലനിരപ്പ് എത്ര ശതമാനമായിരുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വേനൽ എത്രത്തോളം കടുത്തു എന്നതിന്റെ സൂചന അറിയണമെങ്കിൽ ഡാമിലെ ജലനിരപ്പ് കൃത്യമായി കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ എത്രയുണ്ട് പ്രതിസന്ധി എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ഡാമുകളിലെ ജലനിരപ്പ് നോക്കാം. നമ്മുടെ ഡാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് 18 എങ്ങനെയാണ് ഓരോ ഡാമിലെയും ജലനിരപ്പ് നിൽക്കുന്നത്, വിവിധ ഡാമുകളുടെ ജലനിരപ്പ് നമ്മൾ കൃത്യമായി ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇടുക്കി ഡാമിലേത്, അതുപോലെ തന്നെ പമ്പ ഡാമിലേത്, ഷോളയാർ ഡാമിലേത്, ഇടമലയാർ ഡാമിലേത്, ഈ 4 ഇടങ്ങളിലെയും കഴിഞ്ഞ 4 വർഷക്കാലത്തെ കണക്കാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരേ ദിവസം ഈ 4 ഡാമുകളിലും എങ്ങനെയാണ് ജലനിരപ്പ് നിൽക്കുന്നതെന്ന് നോക്കാം. ഡാം പൊളിയില്ലല്ലോ അല്ലേ? അപ്പോൾ മാർച്ച് 18 എങ്ങനെയാണ് ഈ ഡാമിലെ ജലനിരപ്പ് നിൽക്കുന്നത് നോക്കാം. ഇടുക്കി ഡാമിലെ കണക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇടുക്കി ഡാമിൽ 2021 എത്രയായിരുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 52% ഇടുക്കി ഡാമിൽ ഇതേ ദിവസത്തെ ജലനിരപ്പ് ഉണ്ടായിരുന്നത്. 2022 വരുമ്പോൾ അത് 60%. കഴിഞ്ഞ വർഷം 2023 അത് 44%. 2024 ആകുമ്പോൾ അത് 47%. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3% വർധന ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അടുത്തത് പമ്പയിലേക്കാണ് വരേണ്ടത്. പമ്പ ഡാമിലെ കഴിഞ്ഞ 4 വർഷങ്ങളിലെ ജലനിരപ്പ് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പമ്പ ഡാമിലെ ജലനിരപ്പ് 2021 69%, 2022 അത് 56%, 2023 50%, 2024 52%. അങ്ങനെയാണ് പമ്പയിലെ ജലനിരപ്പ് നിൽക്കുന്നത്. ഷോളയാർ ഡാം വളരെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ്. ഷോളയാർ ഡാമിലെ കഴിഞ്ഞ 4 വർഷത്തെ ജലനിരപ്പിൽ എങ്ങനെയാണ് വ്യതിയാനം വന്നത് എന്ന് നോക്കാം. ഷോളയാറിൽ 2021 ഇതേ ദിവസം 65% വാട്ടർ ലെവൽ നിന്നിരുന്നു, അത്രയും വെള്ളമുണ്ടായിരുന്നു. 2022 അത് 48%. കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു ജലനിരപ്പ്. 81% ഉണ്ടായിരുന്നു ഈ ദിവസം. 2024 ആകുമ്പോൾ അത് 48% കുറയുകയാണ്. 81 നിന്ന് 48 ഇതേ ദിവസം എത്തുമ്പോഴുള്ള ഒരു വാട്ടർ ഡിക്ലൈൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇടമലയാറിന്റെ കണക്ക് നോക്കാം. ഇടമലയാർ അണക്കെട്ടിൽ 2021 47% ജലനിരപ്പ്, 2022 54, 2023 44. ഈ വർഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 5% വർധന ജലനിരപ്പിൽ നമുക്ക് കാണാം. 2024 49% ജലനിരപ്പ് നിൽക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ഡാമുകളിലെ ജലനിരപ്പിന്റെ അളവാണ് പ്രേക്ഷകർ കണ്ടത്. ഇതേ സമയം ഡാമുകളിൽ ജലനിരപ്പ് കഴിഞ്ഞ 4 വർഷങ്ങളിൽ എത്രയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കിയത്. അപ്പോൾ ഇനി അറിയേണ്ടത് ഈ ഡാമിലെ ജലനിരപ്പ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതാണ്. അപ്പോൾ ഡാമിലെ ജലനിരപ്പ് കുറയുമ്പോൾ, ജലാശയങ്ങൾ വറ്റി തുടങ്ങുമ്പോൾ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ജലനിരപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഡിക്ലൈൻ, ഈ കുറവ് എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. മാർച്ച് 18 കണക്കാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 18 കണക്കിലേക്ക് നമ്മൾ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ 4 ഡാമുകളിലെ ജലനിരപ്പാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 ഡാമുകളിൽ കഴിഞ്ഞ വർഷം ഒരേ ദിവസം, കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഒരേ ദിവസം ഉണ്ടായിരുന്ന ജലനിരപ്പ്, വേനൽ കൂടിയത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതും ആ പ്രതിസന്ധിയുടെ ആഴവും വ്യക്തമാക്കുന്നതാണ്. നോക്കൂ, ഇടുക്കി ഡാമിലെ കണക്ക്. ഇടുക്കി ഡാമിൽ 2021 52%, 22 60, 23 44, 24 47%. അടുത്തത് പമ്പ ഡാമാണ്. പമ്പ ഡാമിൽ 69%, 2021 22 56%, 23 50%, 24 52%. ഷോളയാർ ഡാമിലേക്ക് വന്നാൽ 2021 65%, 2022 48%, 2023 81%, 2024 അത് നേരെ താഴേക്ക് കൂപ്പുകുത്തുന്നു, 48% ലാൻഡ് ചെയ്യുന്നു. ഇടമലയാർ അണക്കെട്ടിലേക്ക് വന്നാൽ 2021 അത് 47% ആണെങ്കിൽ 2022 അതേ ദിവസം 54% സ്റ്റോറേജ് ഉള്ളത്. 2023 44% കുറയുന്നു. 2024 അതിൽ 5% വർധന, 49% ഉയർന്നു. ഇപ്പോൾ കണ്ട ഒരു റെപ്രസെന്റേഷൻ പ്രേക്ഷകർക്ക് കൃത്യമായി ആ ഒരു ജലനിരപ്പിൽ വന്നിട്ടുള്ള കുറവ് മനസ്സിലാക്കി തരുന്നതാണ്. ഈ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലെ ജലപ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കടുത്ത ചൂടിലേക്ക്, വരൾച്ചയിലേക്ക് ഒക്കെ നമ്മൾ പോകുമ്പോൾ ഈ ജലപ്രതിസന്ധി, ഡാമുകളിൽ ജലനിരപ്പ് കുറയുന്നത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഡാമിലെ ജലനിരപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ജലനിരപ്പ് കുറയുന്നത്? മഴ കുറയുമ്പോൾ, ജലാശയങ്ങൾ വറ്റി തുടങ്ങുമ്പോൾ, ചൂട് കൂടുമ്പോൾ അത് വലിയ രീതിയിൽ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് താപനിലയിൽ വ്യതിയാനം ഉണ്ടാകാൻ പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ട കാലാവസ്ഥയേക്കാൾ കുറച്ചുകൂടി കടുത്ത ചൂട് അനുഭവപ്പെടും നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നതാണ്. കാരണം ഒരു സമശീതോഷ്ണ കാലാവസ്ഥ കേരളത്തിൽ എപ്പോഴും താമസിക്കാൻ കഴിയുന്ന നല്ല കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ കാലം മാറുകയാണോ? ആ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ